അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് വാട്സപ്പിൽ കൂടി ആരെങ്കിലും ഷെയർ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ആദ്യം ഈ നീല ലിങ്കിൽ ഞെക്കിയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് കൊടുത്തിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഞെക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായാലും ഒന്ന് രേഖപ്പെടുത്തുക. ആദ്യം തന്നെ ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 തുള്ളി വാനില എസൻസ്, 5 ഏലക്കായി, 2 ഗ്ലാസ് പാല്, 2 ടേബിൾ സ്പൂൺ റവ, പിന്നെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി. അപ്പോൾ ആദ്യം നമുക്ക് നേരത്തെ എടുത്തു വെച്ച റവയിലേക്ക് 1 ഗ്ലാസ് പാല് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടുപ്പത്തൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ബാക്കി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ എടുത്തു വെച്ച പഞ്ചസാരയും ഒരു 3 തുള്ളി വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റവയും പാലും കൂടി ഒഴിച്ചിട്ട് നന്നായി കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കുക. നന്നായി കുറുകി വന്നാൽ ഇത് നമുക്ക് ഓഫാക്കാം. ഇനി നേരത്തെ നമ്മൾ കുറുക്കി വെച്ച മിശ്രിതം നന്നായി തണുത്ത് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കൊക്കോ പൗഡറും കൂടി ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഏലക്കായി ഒന്ന് തൊണ്ട് കളഞ്ഞ് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇനി നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തട്ടി ബബിളൊക്കെ കളയുക. എന്നിട്ട് അതൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വയ്ക്കുക. എന്നിട്ട് 3 മണിക്കൂർ കഴിയുമ്പം അത് നമ്മൾ പുറത്തെടുത്തിട്ട് ഒന്നും കൂടി മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഏറ്റവും നല്ലത് രാത്രി കിടക്കുമ്പോഴൊക്കെ വെച്ചാൽ രാവിലെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഒരു വേറെ ബൗളിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായാലും കമൻ്റായിട്ടും രേഖപ്പെടുത്തുക.